രാധേ രാധേ. ഗുഡ് മോർണിംഗ്. ഓണം വരവായി. പണ്ടൊക്കെ ഓണം വന്നാൽ വീട്ടിലൊക്കെ എന്തൊരു ബഹളമാണ് എല്ലാ വീട്ടിലും. രാവിലെ മുതൽ പുരുഷന്മാർ ഉൾപ്പെടെ ഉള്ളവർ അടുക്കളയിൽ അങ്ങ് കയറുകയാണ് പാചകത്തില്. പിന്നെ പാത്രങ്ങൾ എടുക്കുന്ന ശബ്ദം, പരസ്പരം തമാശ പറയുക, കളിയാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിട്ട് പിച്ചുക, കളിയായിട്ട് അടിക്കുക. എന്തൊരു രസമാണ്. ഇന്ന് ഓണ ദിവസം നിങ്ങൾ നോക്കിയാൽ കാണാം എല്ലാ വീടുകളിലും ശ്മശാന മൂകതയാണ്. കാരണം ഹോട്ടലിൽ സദ്യ ഓർഡർ ചെയ്തിട്ട് രാവിലെ തൊട്ടേ ഒരുങ്ങി ഒന്നുകിൽ ടിവിയുടെ മുമ്പിലിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ മൊബൈൽ ഫോണിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നൊരു ദിവസം ഒന്ന് വിശ്രമിക്കട്ടെ ഞങ്ങൾ ഓണമായിട്ടെന്ന മട്ട്. ഓർക്കുക, നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന സദ്യയെ കുറിച്ച്. ചൂട് ചോറും കറികളുമൊക്കെ പ്ലാസ്റ്റിക് പാത്രത്തിൽ, അത് എപ്പോൾ പാക്ക് ചെയ്യുന്നതായിരിക്കുമെന്ന് ആലോചിക്കുക. അതിലിരുന്ന് ഈ ചൂട് ചോറിൻ്റെയൊക്കെ ചൂടടിച്ച് പ്ലാസ്റ്റിക് ഉരുകുകയാണ് ചെയ്യുന്നത്. വിഷമാണ്, വിഷാംശമാണ് അതിനകത്തേക്ക് ഇറങ്ങുന്നത്. കാശ് കൊടുത്ത് വലിയ എമൗണ്ട് കൊടുത്താണ് വിഷം വാങ്ങിക്കുന്നത്. സാധാരണ ദിവസം 300 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സദ്യയാണ് തിരുവോണ ദിവസം 1-2 ഐറ്റവും കൂടെ ആഡ് ചെയ്തിട്ട് 700 രൂപ, ചിലർ 600 രൂപ. ഇവിടെ കൊല്ലത്തൊരിടത്ത് 799 പ്ലസ് GST എന്നൊക്കെ പറയും. ഇനിയാണ് രസം. ഐറ്റംസ് 32 എണ്ണം 30 എണ്ണം എന്നൊക്കെ പറഞ്ഞെഴുതും. ആ ഐറ്റംസിന്റെ ലിസ്റ്റ് വായിച്ചു നോക്കിയാൽ ഞെട്ടിപ്പോകും. ഒരൈറ്റം ഉപ്പ്, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. നമ്മൾ കടയിൽ ചെന്ന് സൂപ്പ് വാങ്ങിച്ചാൽ അവിടെ ഇങ്ങനെ 2 ഡപ്പിക്കകത്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ് ഉപ്പെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് പാചകം ചെയ്തില്ലേ കിടക്കുന്നത്. ഉപ്പ് എങ്ങനെയാണ് ഒരു ഐറ്റം ആകുന്നത്? നമ്മൾ എടുത്ത് തിന്നുന്ന സാധനത്തെയാണ് ഐറ്റം എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഐറ്റം കണ്ടാൽ ഞെട്ടിപ്പോവും. കുടിക്കുന്ന വെള്ളം. നമ്മൾ ഏത് സമയത്തും പത്തിരി തിന്നാൻ പോയാലും ശരി തന്നെ, ദോശ തിന്നാൻ പോയാലും വെള്ളം ഫ്രീ ആണ്. ഈ വെള്ളമാണ് ഒരൈറ്റം. മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇലയാണ്. ഇല്ലേ? ഇല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഐറ്റം ആകുന്നത്? അത് ഭക്ഷിക്കുന്ന വസ്തുവാണോ? അതൊരു പാത്രമല്ലേ? കടയിൽ കയറി പെറോട്ട കഴിക്കുമ്പോൾ പാത്രത്തിനും കൂടെ, വിളമ്പുന്ന പാത്രത്തിന് ആരെങ്കിലും പണം വാങ്ങുമോ? ഇതൊരു ഐറ്റം ആണെന്ന് പറഞ്ഞ് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഗംഭീര സദ്യ ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക്. ഓണത്തിന് 2 ദിവസം മുമ്പേ പച്ചടി, കിച്ചടി, അച്ചാറ്, മനസ്സിലായില്ലേ? അത് 2 ഐറ്റം ആകാം. അച്ചാറ്, ഇഞ്ചിക്കറി എന്നിവ ഇട്ടുവെക്കാം. ഇപ്പൊ തന്നെ എത്ര ഐറ്റമായി? 5 ഐറ്റമായി. പിന്നെ ചിപ്സ്, ഉപ്പേരി, മറ്റേ മുളക്, അതേ കണക്ക് ബോളി, ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പൊ 9 ഐറ്റമായി. ശരിക്കും ഓണത്തിന്റെ അന്ന് ഇച്ചിരി അവിയലും തോരനും ഒരു കാളനോ ഓലനോ കൂടെ വെച്ച് കഴിഞ്ഞാൽ കഥ മാറി. സാമ്പാർ, രസം, പുളിശ്ശേരിയൊക്കെ തലേന്ന് വെക്കാം. പുളിശ്ശേരി തലേന്ന് വെച്ചാലാണ് പിറ്റേന്ന് കുറെ കൂടെ രുചി എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ 15 ഐറ്റമായില്ലേ? പിന്നെ പായസം. അതുകൊണ്ട് നിങ്ങൾ ഓണസദ്യ വീട്ടിൽ തന്നെ ഒരുക്കൂ. പരസ്പരം തമാശ പറയൂ, ഒട്ടിച്ചിരിക്കൂ.